സുഹൃത്തുക്കളെ, ഇതൊരു കൗതുകമുള്ള വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ 11-ാം തീയതി നടക്കുകയാണ്. അതിൽ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ കൊങ്കണി ഭാഷ സംസാരിക്കുന്ന കൊങ്കണികൾ സജീവമായിട്ടും എല്ലാ ജില്ലകളിലും, സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലും അവരുടെ സാന്നിധ്യമുണ്ട്. അവർ വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട്. ഇവർ മുൻകാലങ്ങളിലൊക്കെ മത്സരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരുന്നെങ്കിലും ഇപ്രാവശ്യം അവരുടെ സാന്നിധ്യം വളരെ കൂടുതലാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അവർ വാർഡുകളിൽ വരെ ഒട്ടുമിക്ക ജില്ലകളിൽ മത്സരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മനോഹർ ഷേണായിയുടെ മെഡിക്കൽ സ്റ്റോറിലാണുള്ളത്. ആദ്യകാലങ്ങളിൽ കൊങ്കണി ഭാഷ സംസാരിക്കുന്ന പയ്യന്നൂരിലെ ഒരു പ്രമുഖ മെഡിക്കൽ വ്യാപാരിയും കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഷോപ്പ് അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ഞാനിപ്പം ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഗംഗാധരൻ ഷേണായിയുടെ അടുത്ത് വന്നിട്ടുള്ളത്. കൊങ്കണി ഭാഷ സംസാരിക്കുന്നവർ ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് സംസ്ഥാനത്തിന് പലയിടങ്ങളിലായി. അതിനെക്കുറിച്ച് ഷേണായിക്ക് എന്താ പറയാനുള്ളത്? ഏതാനും വർഷങ്ങൾ മുമ്പേ അസംഘടിതരായിട്ട് കഴിഞ്ഞ ESP സമാജം ഇന്നത്തെ അവസ്ഥയിൽ വളരെയധികം മുന്നോട്ട് പോയി സംഘടിതമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ പയ്യന്നൂരിൽ തന്നെ ഏകദേശം 500ഓളം ESP സമാജക്കാരുണ്ട്. കൊങ്കണി സമാജത്തിൽപ്പെട്ടവരുണ്ട്. അവരെല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഒരു വാർഡിൽ ജയിപ്പിക്കാനും പറ്റുന്ന സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ESP സമാജത്തിന്റെ പ്രതിനിധികൾ മത്സരിക്കുന്നത്. ഓക്കെ, പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നിങ്ങളുടെ സ്ഥാനാർത്ഥികളുണ്ടാവും? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിനോട് മാത്രം അഭിമുഖ്യമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. കൂടുതൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നവരാണ് ആഭിമുഖ്യമുണ്ട് അല്ലേ? മുമ്പ് ഇല്ലാത്ത പഞ്ചായത്തിൽ ESP സമാജം മെമ്പർമാരുണ്ടായിരുന്നു. ആദ്യകാലം രാഘവ ഷേണായി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അനന്തപത്മനാഭറാവു ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യ ഷേണായി ESP സമാജത്തിൻ്റെ പ്രമുഖ നേതാവാണ്. അയാൾ പ്രസിഡന്റായിട്ട് 10-16 കൊല്ലം പയ്യന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു. കൊങ്കണി സമൂഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗോവയിൽ നിന്ന് പാലായനം ചെയ്ത് കേരളത്തിലെത്തിയവരാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. തീരദേശ നഗരങ്ങളിലേക്കാണ് ഇവർ ഏറെയും കുടിയേറിയത്. ഇവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് കൊങ്കണി ഭാഷയാണ്. പിന്നീട് കേരളീയ ജനജീവിതവുമായി ഇവർ ഒത്തുചേർന്ന് പോവുകയാണ് ഉണ്ടായത്. തനത് ഭാഷയും സംസ്കൃതിയും ആരാധനാ രീതികളും ഭക്ഷണ രീതികളും അതേപടി നിലനിർത്തുന്നവരാണ് കൊങ്കണി ഭാഷ സംസാരിക്കുന്നവർ. അവരിൽ അപൂർവം ചിലർ മറ്റെല്ലാ മേഖലകളിൽ എന്നതുപോലെ രാഷ്ട്രീയത്തിലും തിളങ്ങി നിന്നിട്ടുള്ളവരാണ്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായ പങ്കാളിത്തമാണ് കൊങ്കണി സമൂഹം കാഴ്ചവെക്കുന്നത്. ഇവർ അധികവും നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കൂട്ടത്തോടെ താമസിക്കുന്നവരായിരുന്നു ഒരു കാലത്ത്. കൊല്ലത്ത് ശശികല റാവു, ആലപ്പുഴ മുല്ലക്കൽ വാർഡിൽ രേഷ്മ, ചേർത്തലയിൽ ജ്യോതിഷ് ഭട്ട്, കൊച്ചിയിൽ സുധാ ദിലീപ്, നവീൻ, ജലജ, ആചാര്യ, തലശ്ശേരി ടൗൺ ഹാൾ വാർഡിൽ അജയ് ഷേണായി, പയ്യന്നൂരിൽ അക്ഷത ഷേണായി, മമത, നവീൻ എന്നിവർ പഞ്ചായത്ത് അംഗങ്ങളായും പ്രസിഡന്റായും MLA ആയും നേരത്തെ ഏതാനും ചില ഒറ്റപ്പെട്ട പങ്കാളിത്തം ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പങ്കാളിത്തമാണ് ഈ ന്യൂനപക്ഷം കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാവരും തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി തന്നെ കണ്ടുകൊണ്ടാണ് സജീവമായി പ്രചരണ രംഗത്തുള്ളത്. പയ്യന്നൂരും ഇത്തവണ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് കൊങ്കണികളായിട്ടുള്ളവർ.